നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവജാത ശിശുക്കളെ ഒരു ദയയുമില്ലാതെ ജനിച്ച് കുറച്ചു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സ്വന്തം വീട്ടിൽ തന്നെ കുഴിച്ചുമൂടിയ വാർത്ത, അതിൽ യുവതി യുവാവും അറസ്റ്റിലായ വാർത്തയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ അടക്കം ഏകദേശം 4 വർഷത്തിലൂടെ ഇടയിലാണ് ഈ 2 സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ യുവതി 2 തവണയാണ് ഗർഭിണിയായതും പ്രസവിച്ചതും. ഈ യുവാവ് ഈ കുട്ടികളുടെ അസ്ഥികളടക്കം തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പോലീസിനോട് അതും കൊടുത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സംഭവം കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഒരു പൂട്ടിയിട്ടിരുന്ന വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളടക്കം കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണൂർ ആലക്കോടാണ് സംഭവം നടക്കുന്നത്. കുളത്തിനാൽ സ്വദേശിയുടെ പറമ്പിൽ നിന്നാണ് മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും മനുഷ്യന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. കാട് വെട്ടിത്തെളിക്കുന്നതിനിടെയാണ് ഇവ കണ്ടെത്തിയത്. പ്രവാസിയായ ബിജുവും കുടുംബവും 1 വർഷമായി വിദേശത്താണ്. അടുത്ത ആഴ്ച തിരികെ വരാനിരിക്കെ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് വീടിന്റെ പിൻഭാഗത്തായി പല സ്ഥലങ്ങളിൽ നിന്നും മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തുന്നത്. പോലീസ് സ്ഥലത്തെത്തി വിവിധയിടങ്ങളിൽ കിടന്നിരുന്ന അസ്ഥികൾ എടുത്തുമാറ്റി. സ്ഥലത്ത് അവിടെ കറുത്ത ഷർട്ട്, ഒരു മുണ്ട്, അടിവസ്ത്രം എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ചീർപ്പ്, ചുണ്ണാമ്പ് കുപ്പി, നോട്ടുകൾ, മൊബൈൽ ഫോൺ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തുടർന്നുള്ള പരിശോധനകൾക്കായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അസ്ഥികൾ മാറ്റിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായവരെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആലക്കോട് സ്റ്റേഷൻ അടുത്ത കാലത്ത് മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രവാസിയായ ബിജുവിന്റെ വീട് 1 വർഷമായി പൂട്ടിക്കിടക്കുകയായിരുന്നു. അടുത്ത ആഴ്ചയാണ് ബിജു കുടുംബസമേതം നാട്ടിലേക്ക് വരുന്നത്. ഇതിന് മുന്നോടിയായിട്ടായിരുന്നു വീട് വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് മനുഷ്യ അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അസ്ഥികൾക്ക് എത്രത്തോളം ദിവസത്തെ പഴക്കമുണ്ട് എന്നതടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. മറ്റെവിടെയെങ്കിലും നിന്നും ഇത്തരത്തിൽ അസ്ഥികൾ വല്ല കൊലപാതകം നടത്തിയിട്ട് അസ്ഥികൾ ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. വിവരമറിഞ്ഞെത്തിയ ആലക്കോട് പോലീസ് സ്ഥലത്ത് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നടത്തിയ തെരച്ചിൽ സ്ഥലത്ത് നിന്ന് നട്ടെല്ല്, വാരിയെല്ലുകൾ, കൈകാലുകളുടെ ബാക്കിയുള്ള അസ്ഥികൾ, കാവിമുണ്ട്, കള്ളികളുള്ള കറുത്ത ഷർട്ട്, അടിവസ്ത്രം എന്നിവയും കണ്ടെത്തി. ഷർട്ടിന്റെ കേശിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു നീളമുള്ള ചീർപ്പും ചുണ്ണാമ്പിന്റെ കുപ്പിയും മടക്കി വെച്ച രീതിയിലുള്ള കുറച്ച് നോട്ടുകളും പഴയ മോഡൽ മൊബൈൽ ഫോൺ എന്നിവയും ലഭിച്ചിരിക്കുന്നത്. ആലക്കോട് SHO മഹേഷ് കെ നായരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച അസ്ഥികൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. തുടർന്ന് പരിശോധനയ്ക്കായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വായാട്ടുപറമ്പിലെ കുളത്തിനാൽ ബിജുവിന്റെ പറമ്പിൽ കണ്ടെത്തിയ അസ്ഥികൾ ഫോറൻസിക് സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് മാത്രമായിരിക്കും ആരുടെ അസ്ഥികളാണ് ഇത്, എത്ര കാലത്തോളം ഇതിന് പഴക്കമുണ്ട്, എങ്ങനെ ഈ അസ്ഥികൾ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരികയുള്ളൂ.